അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ ഈ ദൂരപരിധി മറികടക്കാനുള്ള ഉപകരണങ്ങൾ അവർ വികസിപ്പിച്ചിരിക്കും. അതൊരു സാധ്യത മാത്രമാണ്. അതോടൊപ്പം അതിബുദ്ധിമാന്മാരായ അത്തരം ജീവികൾ ആണവായുധങ്ങളെക്കാൾ മാരകമായ ആയുധങ്ങളും വികസിപ്പിച്ചിരിക്കും. ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ തലമുറയ്ക്ക് തന്നെ അന്യഗ്രഹ ജീവികളെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടാകും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ അത് ഉറപ്പു തരുന്നുണ്ട്. ഏതു നിമിഷവും അത്തരമൊരു വാർത്ത പ്രതീക്ഷിക്കാം. ഭൗമേതര ജീവൻ തൊട്ടടുത്തു തന്നെയുണ്ട്, കയ്യെത്തും ദൂരത്തു തന്നെ. ഭാവിയിൽ ആണവായുധ ഭീഷണി പോലെയോ അതിനേക്കാൾ കരുതൽ വേണ്ടതോ ആണ് അന്യഗ്രഹ ജീവികളിൽ നിന്നുള്ള ആക്രമണമെന്നാണ് ഹോക്കിംഗ് പറയുന്നത്. ഏതു നിമിഷവും അത്തരമൊരു ആക്രമണം ഭൂമി പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ക്ഷീരപഥത്തിൽ വികാസം പ്രാപിച്ച 10,000 നാഗരികതയെങ്കിലും ഉണ്ടാകുമെന്നാണ് ഡ്രേക്ക് കണക്കുകൂട്ടുന്നത്. പിന്നീട് കാൾ സാഗൻ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നടത്തിയ കണക്കുകൂട്ടലിൽ ക്ഷീരപഥത്തിൽ 10 ലക്ഷത്തിൽ പരം വികാസം പ്രാപിച്ച നാഗരികതകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ച കൂടുതൽ വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട്. ഇത്തരം അന്യഗ്രഹ നാഗരികതകൾ അവയുടെ തൊട്ടടുത്തുള്ളവരുമായി ബന്ധം പുലർത്തുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. അന്യഗ്രഹ ജീവൻ ഉത്ഭവിച്ചത് ഭൗമജീവൻ പിറന്ന സമയത്താണെങ്കിൽ മാത്രമേ മനുഷ്യ മസ്തിഷ്കത്തോട് തുല്യമായ ബുദ്ധി വളർച്ചയുള്ള ജീവിവർഗം ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പോ അതിനു ശേഷമോ ആണ് അവിടെ ജീവൻ ഉത്ഭവിച്ചതെങ്കിൽ കഥയും കാൽപ്പനികതയും മിത്തും യാഥാർത്ഥ്യവുമെല്ലാം ചേർന്ന് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സങ്കീർണ ചിത്രമാണ് ഭൗമേതര ജീവൻ നമുക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ സ്വപ്നം കാണാൻ തുടങ്ങിയത് മുതൽ ഭൗമേതര ജീവനും പിറവിയെടുത്തു. ഭാവനകൾ നിറം പിടിപ്പിച്ച അന്യഗ്രഹ നാഗരികത ഇന്ന് സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ്. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം ഈ തലമുറയ്ക്ക് ലഭിക്കുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. H.G. വെല്ലിന്റെ വാർ ഓഫ് ദി വേൾഡ് എന്ന നോവലിൽ അന്യഗ്രഹങ്ങളിൽ നിന്നെത്തുന്ന വിചിത്ര ജീവികൾ ഭൂമിയെ ആക്രമിക്കുന്നത് വിവരിച്ചിട്ടുണ്ട്. അവരുടെ കൈകളിൽ യന്ത്രത്തോക്കുകൾക്ക് പകരം മാരക രശ്മികൾ ഉത്സർജിക്കുന്ന ഉപകരണങ്ങളാണുള്ളത്. ടാങ്കുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും പകരം കില്ലർ റോബോട്ടുകളും പറക്കും തളികകളുമാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഭൂമിയിലെ മഹാനഗരങ്ങളെല്ലാം അവർ ആക്രമിച്ച് കീഴടക്കി. അവരുടെ മുന്നേറ്റം തടയുന്നതിന് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു ആയുധങ്ങൾക്കും യന്ത്രങ്ങൾക്കും കഴിഞ്ഞില്ല. ഒടുവിൽ അവർ തോറ്റോടിയത് ഭൂമിയിലെ സൂക്ഷ്മജീവികളുടെ മുന്നിലാണ്. ഇവിടത്തെ ബാക്ടീരിയകളെയും വൈറസുകളെയും നേരിടാൻ അവർക്കത്ര പരിചയം പോരാ. വെല്ലിന്റെ നോവലിനെ തുടർന്ന് നൂറുകണക്കിന് നോവലുകളും സിനിമകളുമാണ് അന്യഗ്രഹ ജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ പുറത്തിറങ്ങിയത്. പറക്കും തളികകളുടെ ഭൗമ സന്ദർശനവും ലോകാവസാനവുമെല്ലാം അന്യഗ്രഹ ജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കപ്പെട്ടു. ഇത്തരം അന്യഗ്രഹ ജീവികൾക്ക് അഥവാ ഏലിയനുകൾക്ക് നോവലിസ്റ്റിന്റെയും തിരക്കഥാകൃത്തിന്റെയും ഭാവനയ്ക്കനുസരിച്ച് നിരവധി രൂപങ്ങളും കൈവന്നു. പൊതുവെ ഏലിയനുകൾ വലിയ തലയും പച്ച ശരീരവുമുള്ള ജീവികളായാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഏറെക്കുറെ മനുഷ്യരൂപം തന്നെയാണ് അവയ്ക്കും ഉണ്ടായിരുന്നത്. സ്നേഹം, ദയ, കാമം, ദേഷ്യം തുടങ്ങിയ പല മാനുഷിക വികാരങ്ങളും അവർക്ക് ചാർത്തി കൊടുക്കുന്നതിലും എഴുത്തുകാർ മടി കാണിച്ചില്ല. അതിനും പുറമെ ഈ അന്യഗ്രഹ ജീവികൾ സംസാരിക്കുന്നത് ശുദ്ധ ആംഗലേയ ഭാഷയിലാണ് താനും. കാർബൺ ആധാരമായുള്ള മസ്തിഷ്കവും അതുപയോഗിച്ച് നിർമ്മിച്ച സിലിക്കൺ മസ്തിഷ്കവും നമുക്ക് കുറെയെങ്കിലും പരിചിതമാണ്. എന്നാൽ ഒരു ഏലിയൻ മസ്തിഷ്കം അത് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ചിന്താ പദ്ധതികൾ തന്നെയാണോ അത്തരം ജീവികളെ നയിക്കുന്നതെന്ന് പറയാനും കഴിയില്ല. മാത്രവുമല്ല, അത്തരം താരതമ്യങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരടിത്തറയുമില്ല. 2011 സ്റ്റീഫൻ ഹോക്കിംഗ് ഉന്നയിച്ച ഒരു പ്രശ്നം ഇവിടെ ശ്രദ്ധേയമാണ്. ഭാവിയിൽ ആണവായുധ ഭീഷണി പോലെയോ
അതിനേക്കാൾ കരുതൽ വേണ്ടതുമാണ് അന്യഗ്രഹ ജീവികളിൽ നിന്നുള്ള ആക്രമണമെന്നാണ് ഹോക്കിംഗ് പറയുന്നത്. ഏതു നിമിഷവും അത്തരമൊരു ആക്രമണം ഭൂമി പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഭൗമേതര ജീവനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിക്ക് വെളിയിൽ സൗരയുധത്തിനും അപ്പുറം ക്ഷീരപഥത്തിൽ ജീവൻ ഉത്ഭവിക്കുന്നതിനും നിലനിൽക്കുന്നതിനും അനുകൂല സാഹചര്യങ്ങളുള്ള ഇടങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണം ശാസ്ത്രജ്ഞർ ആരംഭിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു 1961 അവതരിപ്പിച്ച ഡ്രേക്കിന്റെ സമവാക്യങ്ങൾ. ഫ്രാങ്ക് ഡ്രേക്കിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ക്ഷീരപഥത്തിൽ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ 10% സൂര്യ സമാന നക്ഷത്രങ്ങളാണ്. ഇവയിൽ ഗ്രഹകുടുംബം രൂപപ്പെട്ടവ 10%ആണെന്ന് പരിഗണിക്കാം. ഹരോപരിതലത്തിലുള്ള ഗ്രഹങ്ങൾ രൂപപ്പെട്ട നക്ഷത്രങ്ങൾ ഇവയുടെ 10% ഉണ്ടെന്ന് പരിഗണിക്കാം. ഇത്തരം ഗ്രഹങ്ങൾ മാതൃ നക്ഷത്രത്തിന്റെ വാസയോഗ്യ മേഖലയിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളെ വീണ്ടും 10%ത്തിലേക്ക് ചുരുക്കാം. ഈ സ്ഥിതി വിവര കണക്ക് ഇങ്ങനെ ആറ്റിക്കുറുക്കിയാൽ ക്ഷീരപഥത്തിൽ വികാസം പ്രാപിച്ച 10,000 നാഗരികതയെങ്കിലും ഉണ്ടാകുമെന്നാണ് ഡ്രേക്ക് കണക്ക് കൂട്ടുന്നത്. പിന്നീട് കാൾ സാഗൻ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നടത്തിയ കണക്കുകൂട്ടലിൽ ക്ഷീരപഥത്തിൽ 10 ലക്ഷത്തിൽ പരം വികാസം പ്രാപിച്ച നാഗരികതകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ച കൂടുതൽ വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട്. ക്ഷീരപഥത്തിലെ വാസയോഗ്യ ഗ്രഹങ്ങളുടെ എണ്ണം ഡ്രേക്കും സാഗനും കണക്ക് കൂട്ടിയതിലും വളരെയധികമാണെന്ന് ഇന്ന് നമുക്കറിയാം. എന്നാൽ അവയിൽ എത്ര എണ്ണത്തിൽ ജീവൻ ഉത്ഭവിച്ചു, എത്ര എണ്ണത്തിൽ ജീവൻ നിലനിൽക്കുന്നു എന്ന് പറയാൻ ഇന്ന് നമുക്ക് കഴിയില്ലെന്നതും യാഥാർത്ഥ്യമാണ്. ഭൗമജീവന് 350 കോടി വർഷത്തെ പാരമ്പര്യമുണ്ട്. ഭൗമജീവൻ പിറവിയെടുത്ത സമയത്തു തന്നെ ഇത്തരം ഗ്രഹങ്ങളിൽ ജീവൻ ഉത്ഭവിച്ചില്ലെങ്കിൽ മാത്രമേ ഇത്തരമൊരു അന്വേഷണത്തിന് നാം പ്രതീക്ഷിക്കുന്ന പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. ക്ഷീരപഥത്തിൽ മാത്രം കോടിക്കണക്കിന് വാസയോഗ്യ ഗ്രഹങ്ങളും അവയിൽ വികാസം പ്രാപിച്ച നാഗരികതയും ഉണ്ടെങ്കിൽ അത്തരമൊരു ലോകത്തിൽ നിന്ന് ഇതുവരെ ആരെങ്കിലും ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നം ആദ്യമായി ഉന്നയിച്ചത് ഫെർമിയാണ്. ഫെർമിയുടെ പ്രഹേളിക എന്നാണ് ഈ പ്രശ്നം അറിയപ്പെടുന്നത്. എന്താണ് ഇന്ന് വരെ ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിൽ എത്താതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നിരവധി സിദ്ധാന്തങ്ങൾ മറുപടി പറയും. ഇവയിൽ പ്രധാനപ്പെട്ടത് ദൂരത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തമാണ്. നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയാണ് വലിയ പ്രശ്നം. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗമേറിയ റോക്കറ്റിൽ സഞ്ചരിച്ചാലും സൂര്യന്റെ തൊട്ടടുത്തുള്ള നക്ഷത്രത്തിലെത്താൻ 70,000 വർഷങ്ങൾ വേണ്ടിവരും. മനുഷ്യനേക്കാൾ ബുദ്ധിവികാസം പ്രാപിച്ച അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ ഈ ദൂരപരിധി മറികടക്കാനുള്ള ഉപകരണങ്ങൾ അവർ വികസിപ്പിച്ചിരിക്കും. അതൊരു സാധ്യത മാത്രമാണ്. അതോടൊപ്പം അതിബുദ്ധിമാന്മാരായ അത്തരം ജീവികൾ ആണവായുധങ്ങളെക്കാൾ മാരകമായ ആയുധങ്ങളും വികസിപ്പിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ആയുസ്സും ഉണ്ടാകില്ല. ഇനി ക്ഷീരപഥത്തിന്റെ വിശാലതയിൽ നിരവധി വികസിച്ച നാഗരികതയുണ്ടെങ്കിൽ തന്നെ അവയെല്ലാം ഭൂമിയെ തേടി വരേണ്ട കാര്യമെന്താണ്? മറ്റു വാസയോഗ്യ ഗ്രഹങ്ങളിൽ നിന്ന് എന്തു മേന്മയാണ് ഭൂമിക്ക് അവകാശപ്പെടാനുള്ളത്? ഇത്തരം അന്യഗ്രഹ നാഗരികതകൾ അവയുടെ തൊട്ടടുത്തുള്ളവരുമായി ബന്ധം പുലർത്തുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. അന്യഗ്രഹ ജീവൻ ഉത്ഭവിച്ചത് ഭൗമജീവൻ പിറന്ന സമയത്താണെങ്കിൽ മാത്രമേ മനുഷ്യ മസ്തിഷ്കത്തോട് തുല്യമായ ബുദ്ധി വളർച്ചയുള്ള ജീവിവർഗം ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പോ അതിനു ശേഷമോ ആണ് അവിടെ ജീവൻ ഉത്ഭവിച്ചതെങ്കിൽ ഒരു നക്ഷത്രാന്തര വാർത്താവിനിമയം സാധ്യമാകില്ല. ഭൗമജീവൻ കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ എന്നീ മൂലകങ്ങൾ ആധാരമായുള്ള ഒരു ജൈവ വ്യവസ്ഥയാണ്. ഭൗമേതര ജീവൻ ഈ മൂലകങ്ങൾ ആധാരമായി നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ല. ഓരോ ഗ്രഹത്തിലെയും ജൈവഘടന മറ്റൊന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇനി അവയെല്ലാം തന്നെ ഒരേ ഘടനയുള്ളവയാണെങ്കിൽ തന്നെ അവർ സന്ദേശങ്ങൾ കൈമാറുന്നതിന് വൈദ്യുത കാന്തിക തരംഗങ്ങൾ, വിശേഷിച്ചും റേഡിയോ തരംഗങ്ങളാണോ ഉപയോഗിക്കുന്നതെന്നും നമുക്കറിയില്ല.
മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ വികാസം പ്രാപിച്ച മസ്തിഷ്കത്തിന് ഉടമകളാണ് അവയെങ്കിൽ നമ്മുടെ റേഡിയോ സന്ദേശങ്ങളോട് അവർ പ്രതികരിക്കില്ല. അമീബ മനുഷ്യനുമായി സന്ദേശങ്ങൾ കൈമാറുന്നതിന് തുല്യമായിരിക്കും അത്. മനുഷ്യ മസ്തിഷ്കത്തെ അപേക്ഷിച്ച് വികാസം കുറഞ്ഞ ബുദ്ധിശക്തിയാണ് അന്യഗ്രഹ ജീവികൾക്കുള്ളതെങ്കിൽ നമ്മുടെ റേഡിയോ സിഗ്നലുകൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇനിയും കോടിക്കണക്കിന് കിലോമീറ്ററുകളും പ്രകാശവർഷങ്ങളും താണ്ടി ഭൂമി എന്ന കൊച്ചു ഗ്രഹത്തിൽ എത്തേണ്ട ആവശ്യം അവർക്കെന്താണ്? മനുഷ്യന്റെ കാലഗണന തന്നെയാണോ അന്യഗ്രഹ ജീവികൾക്കും ഉള്ളതെന്നും നമുക്കറിയില്ല. നാം അന്യഗ്രഹ വേട്ട ആരംഭിച്ചിട്ട് 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ബുദ്ധിമാനെന്ന് സ്വയം അവകാശപ്പെടുന്ന മനുഷ്യന് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഭൂമിക്കപ്പുറം വെറും 4 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയുള്ള ചന്ദ്രനിലാണ് എന്ന കാര്യം മറക്കരുത്. ഒരു നക്ഷത്രാന്തര യാത്ര ചെയ്യാൻ ഒരു സഹസ്രാബ്ദത്തിനുള്ളിൽ മനുഷ്യന് കഴിയുമെന്ന് കരുതാനാവില്ല. ഒരുപക്ഷെ അതിനിടയിൽ മനുഷ്യവർഗം ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായേക്കും. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവചനം പോലെ അന്യഗ്രഹ ജീവികളുടെ ഒരു ആക്രമണം ശാസ്ത്രലോകം ഭയപ്പെടുന്നില്ല. എന്നാൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ വളർച്ച കാരണം ദൂരദർശിനികൾക്ക് മുമ്പൊന്നുമില്ലാത്ത വിധം പ്രകാശ വർഷങ്ങൾ അകലെയുള്ള കാഴ്ചകൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതിന് കഴിയും. ഭൗമേതര ജീവൻ നേരിട്ട് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. എന്നാണൊരു ഭൗമേതര ജീവിയെ നമുക്ക് നേരിൽ കാണാൻ കഴിയുക? എന്നാണൊരു വിദൂര നാഗരികതയുമായി നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുക? അത്തരമൊരു മുഹൂർത്തം മനുഷ്യവർഗത്തിന്റെ പരിണാമ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഏതെങ്കിലും ഒരു ദിനം ഭൗമേതര ജീവികൾ ഭൂമിയെ തേടി എത്തി എന്നിരിക്കട്ടെ. എന്തായിരിക്കും അവർ ഭൂമിയെ പറ്റി ചിന്തിക്കുക? എന്തായിരിക്കും അവരുടെ ആഗമനോദ്ദേശ്യം? വെറുമൊരു കൗതുകത്തിലുപരി അവരുടെ സന്ദർശനത്തിന് മറ്റു ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? നോവലുകളിലും സിനിമകളിലും അന്യഗ്രഹ ജീവികളുടെ സന്ദർശനത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യനെയും മറ്റു ജന്തുക്കളെയും അവർ ഭക്ഷണമായി ഉപയോഗിക്കാം. ലൈംഗിക ബന്ധത്തിലൂടെ സന്താനോത്പാദനം നടത്താം. ഭൂമി കീഴടക്കി മനുഷ്യരെ മുഴുവൻ അടിമകളാക്കാം. ഭൂമിയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കാം. മനുഷ്യനെയും മറ്റു ജന്തുക്കളെയും ബയോളജിക്കൽ ബാറ്ററികളായി ഉപയോഗിക്കാം. നിരവധി ലക്ഷ്യങ്ങളാണ് നോവലുകളും സിനിമകളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ സങ്കല്പങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ലെന്ന് മാത്രമല്ല, അതിരുകടന്ന ഭാവന മാത്രമാണത്. സിനിമകളിൽ കാണുന്നത് പോലെ പച്ചവുടലും വലിയ തലയുമുള്ള ഏറെക്കുറെ മനുഷ്യരൂപമുള്ള ജീവികളായിരിക്കുമോ ഇവർ? എങ്ങനെയായിരിക്കും അവരുടെ ബോധമണ്ഡലം പ്രവർത്തിക്കുന്നത്? ആദ്യം രൂപത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭൂമിയുടെ അന്തരീക്ഷ ഘടനയ്ക്കും മർദ്ദത്തിനും ഗുരുത്വബലത്തിനും കാലാവസ്ഥയ്ക്കുമെല്ലാം അനുകൂലനം ചെയ്യപ്പെട്ടതാണ് ഭൗമജീവൻ. മനുഷ്യൻ, മറ്റു ജന്തുക്കൾ, സസ്യങ്ങൾ എന്ന വ്യത്യാസമൊന്നും ഇവിടെ ബാധകമല്ല. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷ ഘടനയും ഗുരുത്വബലവും ഒന്നും ഭൗമേതര ഗ്രഹങ്ങൾക്കുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അത്തരം ഗ്രഹങ്ങളിൽ ഉത്ഭവിച്ച ജീവന് ഭൗമജീവന്റെ രൂപം ആരോപിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മാത്രമല്ല, അത് തെറ്റുമാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ചിന്താശേഷിയും വൈകാരിക തലവുമെല്ലാം അന്യഗ്രഹ ജീവികൾക്ക് അപരിചിതമായിരിക്കും. അന്യഗ്രഹ ജീവികളുടെ ബോധമണ്ഡലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മനുഷ്യനല്ലാതെയുള്ള മറ്റു ഭൗമജീവികളുടെ ചിന്താമണ്ഡലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. മൃഗങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അവ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ തത്വചിന്തകരെ അലട്ടിയിരുന്ന ചോദ്യമാണിത്. കൂട്ടാർക്കും പ്ലിനിയുമെല്ലാം മൃഗബോധത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മൃഗബോധവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പരിശോധിക്കാം. ഒരു നായ അവന്റെ യജമാനനെ തേടി നടക്കുകയാണ്. യജമാനൻ പോയ വഴി അയാളുടെ മണം പിടിച്ചാണ് നായയുടെ സഞ്ചാരം. അവസാനം നായ ഒരു നാൽക്കവലയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ നായയുടെ മുന്നിൽ 3 വഴികളുണ്ട്. ഇവിടെ നായ എന്താണ് ചിന്തിക്കുക? ഇതിൽ ഏത് വഴിയാണ് നായ ആദ്യം തിരഞ്ഞെടുക്കുക? ഒന്നാമത്തെ വഴിയിൽ കൂടി യാത്ര ആരംഭിച്ച നായ ആ വഴിയിൽ തന്റെ യജമാനന്റെ ഗന്ധമില്ലെന്ന് കണ്ട് തിരിച്ചു വന്ന് 2ാമത്തെ വഴിയിലൂടെ യാത്ര ആരംഭിക്കും. അവിടെയും തന്റെ യജമാനന്റെ ഗന്ധം തിരിച്ചറിയാൻ കഴിയാതെ തിരിച്ചു വീണ്ടും നാൽക്കവലയിൽ എത്തുന്ന നായ 3ാമത്തെ വഴിയിലൂടെ യാത്ര തുടരുമ്പോൾ
വീണ്ടും മണത്തു നോക്കുമോ? മണത്തു നോക്കാതെ തന്നെ തന്റെ യജമാനൻ ഈ വഴിയിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാൻ നായയ്ക്ക് കഴിയുമോ? ഫ്രഞ്ച് ഫിലോസഫറായ മൈക്കൽ ഡി മൊണ്ടെയ്ൻ പറയുന്നത് നായകൾക്ക് അമൂർത്ത ചിന്താശേഷി ഉണ്ടെന്നാണ്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകനായ തോമസ് അക്വിനാസ് ഇത് അംഗീകരിച്ചിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം ചിന്തകരായ ജോൺ ലോക്കും ജോർജ് ബെർക്കിലിയും തമ്മിൽ ഈ വിഷയത്തിൽ നിരവധി നാളുകൾ ആശയ സംവാദം നടത്തുകയുണ്ടായി. മൃഗങ്ങൾക്ക് അമൂർത്ത ചിന്താശേഷി ഇല്ലെന്ന നിഗമനത്തിലാണ് ഒടുവിൽ അവർ എത്തിച്ചേർന്നത്. ഒരു പൂച്ചയെ നിരീക്ഷിക്കുക. പൂച്ച ആദ്യമായി ഒരു മുറിയിൽ പ്രവേശിച്ചാൽ തറയിലെ കാർപ്പറ്റിലും ഭിത്തിയിലുമൊക്കെ മാന്തുന്നത് കാണാം. പൂച്ചയെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തായിരിക്കും ആ മുറിയിൽ ഉണ്ടാവുക? എന്നാൽ പൂച്ച തന്റെ അതിരുകൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പൂച്ചയ്ക്ക് അവിടേക്ക് പ്രവേശനമില്ലെന്നുള്ള അടയാളമിടുകയാണ്. അതിരുകൾ അടയാളപ്പെടുത്താൻ പൂച്ച തന്റെ മലവും മൂത്രവും ഉപയോഗിക്കും. ഇനി പൂച്ച നിങ്ങളുടെ കാലുകളിൽ മുഖമുരസുകയും മുരളുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, അത് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉടമസ്ഥത പൂച്ച ഏറ്റെടുക്കുകയാണ്. കാർപ്പറ്റിലും ഭിത്തിയിലും ചെയ്തതുപോലെ തന്നെ പൂച്ച നിങ്ങളെ അടിമയാക്കുകയാണ്. നിങ്ങളെ യജമാനനായി അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. പൂച്ചയുടെ ദൃഷ്ടിയിൽ നിങ്ങൾ അവന്റെ അടിമയും വേലക്കാരനുമാണ്. നിത്യേന നല്ല ഭക്ഷണവും പാർപ്പിടവും ഒരുക്കുന്ന വേലക്കാരനാണ് നിങ്ങൾ. മറ്റു പൂച്ചകൾ നിങ്ങളെ സ്വന്തമാക്കാതിരിക്കാനാണ് പൂച്ച ഇടയ്ക്കിടെ ഉരസലിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണുകൾ നിക്ഷേപിക്കുന്നത്. പൂച്ചയുടെ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പൂച്ച നിങ്ങളെ കളിപ്പിക്കുകയല്ലെന്ന്? ഇനി പൂച്ചയ്ക്ക് പകരം ഒരു വവ്വാലോ ഡോൾഫിനോ ഒക്കെ ആണെങ്കിലും അവയുടെ ചിന്താധാര പാടെ വ്യത്യസ്തമായിരിക്കും. ഭൗമജീവന്റെ തൊട്ടടുത്തുള്ള മൃഗബോധം പോലും മനുഷ്യ മസ്തിഷ്കത്തിന്റെ ചിന്താധാരയ്ക്കപ്പുറമാകുമ്പോൾ അന്യഗ്രഹ ജീവികൾക്ക് മാനുഷിക വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. അന്യഗ്രഹ ജീവികൾ ബുദ്ധിവികാസം പ്രാപിച്ചവയാണെങ്കിൽ അവ താരതമ്യേന ചെറിയ ജീവികളായിരിക്കും. ബുദ്ധി വളർച്ച പ്രാപിച്ച ജീവികൾ വേട്ടക്കാരും ബുദ്ധി കുറഞ്ഞവർ ഇരകളുമായിരിക്കും. കാട്ടിലെ വേട്ടക്കാരെ തന്നെ നോക്കാം. സിംഹവും കടുവയും എല്ലാം വേട്ടക്കാരാണ്. കാട്ടുപോത്തും ജിറാഫുമെല്ലാം അവയേക്കാൾ വലിയ ജീവികളാണ്. എന്നാൽ അവ ഇരകളുമാണ്. ഇരകൾക്ക് ബുദ്ധി വളർച്ച കുറവും വലിപ്പം കൂടുതലുമായിരിക്കും. അതായത് ബുദ്ധി വളർച്ച പ്രാപിച്ച ജീവികൾ ചെറുതും ബുദ്ധി കുറഞ്ഞവ വലുതുമായിരിക്കും. വേട്ടക്കാരുടെ കണ്ണുകൾ മുഖത്തിന്റെ മുൻഭാഗത്തായിരിക്കും. ഇരയുടെ ത്രിമാന സ്റ്റീരിയോ വിഷൻ ചിത്രം ലഭിക്കുന്നതിന് വേണ്ടിയാണിത്. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള അകലം കൃത്യമായി നിർണയിക്കുന്നതിനും ഇത് സഹായിക്കും. ഇരകളുടെ കണ്ണുകൾ മുഖത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. വേട്ടക്കാരനെ ഇരുഭാഗത്തു നിന്നും കാണുന്നതിന് വേണ്ടിയാണ് ഈ അനുകൂലനം. ഇനി മനുഷ്യന്റെ കാര്യം പരിഗണിച്ചാൽ എങ്ങനെയാണ് അവൻ മറ്റു ഭൗമജീവികളെ അപേക്ഷിച്ച് കൂടുതൽ ബുദ്ധിമാനായത്? എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് മനുഷ്യന്റെ മസ്തിഷ്ക വികാസത്തിന് ഉൾപ്രേരകമായത് എന്ന് നോക്കാം. കുറഞ്ഞത് 3 ഘടകങ്ങളെങ്കിലും മനുഷ്യന്റെ ബുദ്ധിവികാസത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. 1. മറ്റു വിരലുകൾക്ക് അഭിമുഖമായി നിൽക്കുന്ന തള്ളവിരൽ. ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ഇത് മനുഷ്യന് സഹായകരമായി തീർന്നുവത്രേ. 2. വസ്തുക്കളുടെ ത്രിമാന രൂപം നൽകാൻ കഴിയുന്ന സ്റ്റീരിയോ നേത്രങ്ങൾ. 3. ഭാഷ. ഈ 3 ശേഷികളാണ് മനുഷ്യനെ ഭൗമജീവന്റെ നേതൃസ്ഥാനത്തെത്തിച്ചത്. ഭൗമേതര നാഗരികതയിലെ ബുദ്ധി വളർച്ച പ്രാപിച്ച ജീവികളെ പറ്റി പറയുമ്പോഴും ഇത്തരം ശാരീരിക സവിശേഷതകൾ പരിഗണിക്കേണ്ടി വരും. എന്നാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഭൗമജീവന്റെ ഉത്ഭവത്തിന് കാരണം സൂര്യൻ എന്ന മാതൃനക്ഷത്രത്തിന്റെ സാന്നിധ്യമാണ്. ജീവൻ ഉത്ഭവിക്കുന്നതിനും നിലനിൽക്കുന്നതിനുമുള്ള താപം പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. സൗരയുധത്തിൽ തന്നെ ജീവൻ ഉത്ഭവിക്കാൻ സാധ്യതയുള്ള ഗോളങ്ങളാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയും ശനിയുടെ ചന്ദ്രനായ ടൈറ്റനും. ഈ 2 ഗോളങ്ങളും സൂര്യന്റെ വാസയോഗ്യ മേഖലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ 2 ഗോളങ്ങളിലും ദ്രാവക സമുദ്രങ്ങളും ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ താപവുമുണ്ട്. ദ്രാവക സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഉപരിതല പാളിക്ക് കീഴെയാണ്. അതിനാവശ്യമായ താപം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നല്ല. വ്യാഴത്തിന്റെയും ശനിയുടെയും ടൈഡൽ ബലങ്ങളാണ് അവയുടെ ഉപഗ്രഹങ്ങൾക്ക് താപം പ്രദാനം ചെയ്യുന്നത്.
ഭൗമേതര ജീവന്റെ കാര്യത്തിൽ ഇത്തരം ടൈഡൽ ബലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മിസ്റ്റർമാരും മിസിസുമാരും മനുഷ്യരൂപത്തിലാകണമെന്ന് വാശി പിടിക്കരുത്. ഭൗമേതര ജീവൻ ഏതു നിമിഷവും കണ്ടെത്തപ്പെടാം. എന്നാൽ ഭൗമേതര ജീവികളുടെ രൂപവും പ്രകൃതവും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. അവർക്ക് മാനുഷിക വികാരങ്ങളും ഉണ്ടാകില്ല. അവരുടെ സാമൂഹിക ജീവിതക്രമവും നിയമങ്ങളുമെല്ലാം മനുഷ്യന് വിചിത്രമായി തോന്നാം. പക്ഷെ ഒന്നുറപ്പിക്കാം, ഈ മഹാപ്രപഞ്ചത്തിൽ നാം തനിച്ചല്ല. ജീവന്റെ ഉന്മാദ നൃത്തം ചവിട്ടുന്ന ഭൂമിക്ക് ഒരു സഹജയെ ഏതു നിമിഷവും ലഭിക്കാം. തെളിവുകളുടെ അഭാവം അങ്ങനെയൊന്നില്ല എന്നതിന്റെ തെളിവല്ല, മറിച്ച് മനുഷ്യവർഗം ആർജിച്ച സാങ്കേതിക വിദ്യയുടെ പരിമിതി മാത്രമാണ്. ആ പരിമിതി മറികടക്കാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ തലമുറയ്ക്ക് തന്നെ അന്യഗ്രഹ ജീവികളെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടാകും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ അത് ഉറപ്പു തരുന്നുണ്ട്. ഏതു നിമിഷവും അത്തരമൊരു വാർത്ത പ്രതീക്ഷിക്കാം. ഭൗമേതര ജീവൻ തൊട്ടടുത്തു തന്നെയുണ്ട്, കയ്യെത്തും ദൂരത്തു തന്നെ.